മേഘ, വീണ്ടും ഒരു കലോത്സവത്തിന്റെ പുലരി അല്ലേ? എത്രത്തോളം സന്തോഷമാണ് ശരിക്കും കലോത്സവ നഗരിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മളൊക്കെ ഒരു സ്കൂൾ കുട്ടികളാകുന്നൊരു ഫീലാണ് അല്ലേ? തീർച്ചയായും. തൃശ്ശൂർ വിനിഷ, എന്നെ സംബന്ധിച്ച് ഞാൻ തൃശ്ശൂർ ആദ്യമാണ്. കോഴിക്കോട് നിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടേക്ക് 2 മണിക്കൂർ യാത്ര ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തൃശ്ശൂരേക്ക് എത്തി. ഇവിടെ പ്രധാന വേദികൾ അറിയാം, നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. പൂക്കളുടെ പേരിലാണ് ശരിക്കും ഒരു പൂന്തോട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂർ എന്ന് തന്നെ പറയേണ്ടി വരും. പ്രധാന വേദി സൂര്യകാന്തി. ഇവിടെ നിരവധി പരിപാടികൾ ഇന്ന് അരങ്ങേറാനുണ്ട്. സംഘനൃത്തമാണെന്ന് തോന്നുന്നു 2ാമത്തെ പരിപാടിയായി ഇവിടെ നടക്കാൻ പോകുന്നത്. കളർഫുൾ ഇനങ്ങളൊക്കെ തൃശ്ശൂരിനെ വർണ്ണാഭമാക്കും എന്നത് തീർച്ചയാണ്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലോത്സവത്തിന് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുക. വിനിഷ, തൃശ്ശൂരുകാരെ കണ്ടിട്ട് വിനിഷ ഇന്നലത്തെ വൈകിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു തൃശ്ശൂരിൻ്റെ ഒരു ഓളം? തൃശ്ശൂരിൻ്റെ ഓളം നമുക്കറിയാലോ, ഏത് സമയത്തും തൃശ്ശൂർ ഉത്സവമാണ്. പൂരങ്ങളുടെ നഗരമാണ് തൃശ്ശൂർ. അപ്പം എന്തും ഒരു ചെറുപൂരം ടൈപ്പിലാണ് തൃശ്ശൂരുകാർ ആഘോഷിക്കുക. അതിനി ആനയൂട്ടാവട്ടെ, പുലികളി ആവട്ടെ, തൃശ്ശൂർ പൂരമാകട്ടെ, ഈ കലോത്സവമാകട്ടെ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആയാലും കലാ കായിക സാംസ്കാരിക തനിമ അതൊട്ടും ചോരാതെ തന്നെയാണ് എല്ലാ കാലത്തും തൃശ്ശൂർ അതിനെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കലോത്സവത്തെയും ഒട്ടും വിട്ടുകൊടുക്കാതെ വളരെ മികച്ചതാക്കി മാറ്റാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുമാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെയായിരുന്നു നേരത്തെ മിനിസ്റ്ററൊക്കെ നമ്മളോട് സംസാരിച്ചതും. ഇവിടെ കലോത്സവ നഗരിയിൽ എല്ലാ ചാനലുകളുടെയും നമ്മളടക്കമുള്ള എല്ലാ ചാനലുകളുടെയും സ്റ്റുഡിയോകളൊക്കെ സജീവമായിട്ടുണ്ട്. ഏതായാലും എല്ലാ വാർത്തകളും നേരിനൊപ്പം നിന്ന് സത്യത്തിനൊപ്പം നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പോലെ കലോത്സവത്തിൻ്റെ എല്ലാ ആവേശവും, ഓരോ തുടിപ്പും, ഓരോ സ്പന്ദനവും, ഒട്ടും ആവേശം ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ടീം കൈരളിയും തയ്യാറായിട്ടുണ്ട്. നിരവധി ആളുകൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് മേഘ ആദ്യമായിട്ടാണ് തൃശ്ശൂരിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് തേക്കിൻകാട് മൈതാനത്തൊക്കെ വന്ന് അന്തം വിട്ട് നിൽക്കായിരുന്നു മനു. ഏതാണ് തെക്കേ നട, ഏതാണ് വടക്കേ നട എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് വന്ന് തന്നെ. ഏതായാലും നമ്മൾ തെക്കേ ഗോപുര നടയുടെ ഒരു ഓരത്തായിട്ടാണ് നമ്മുടെ ഈ ചാനലുകളുടെ സ്റ്റുഡിയോ ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചാനലുകളും ഇവിടെ ഉണ്ട്. കലോത്സവത്തിൻ്റെ ഓരോ തുടിപ്പുകളും പ്രേക്ഷകർ കൈരളിയോടൊപ്പം, കലക്കം തൃശ്ശൂരിനോടൊപ്പം കാണണമെന്നാണ് പറയാനുള്ളത്. കാരണം കലക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പരിപാടികളെല്ലാം തന്നെ ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കും. ഇനാഗുറൽ സെഷൻ കഴിഞ്ഞാൽ തന്നെ 25 വേദികളും ഉണരും. 25 വേദികളിൽ നിന്ന് 15,000-ഓളം വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. നമുക്ക് കലാ മത്സര സ്നേഹികൾ, അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് തൃശ്ശൂർ. അപ്പോൾ അങ്ങനെയാണ് തൃശ്ശൂരിൻ്റെ ഒരു ഒരുക്കം എന്ന് പറയുന്നത്. ഇനി അടുത്തുള്ള 5 ദിവസങ്ങൾ രാവും പകലും, അത് രാവോ പകലോ എന്ന വ്യത്യാസമില്ലാതെ കലയെ അങ്ങ് ഏറ്റെടുക്കും തൃശ്ശൂർ. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ഉണ്ടല്ലേ മേഘ? തീർച്ചയായിട്ടും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ആദ്യം നടക്കാൻ പോകുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ മോഹിനിയാട്ട മത്സരമാണ്. ഭരതനാട്യ മത്സരം മറ്റൊരു വേദിയിൽ നടക്കുന്നു. മോഹിനിയാട്ടത്തിന് ശേഷമാണ് വിനിഷ സംഘനൃത്തം. കലോത്സവത്തിന്റെ ഗ്ലാമർ ഇനം. അതെ, തീർച്ചയായും. കുട്ടികൾ ഇങ്ങനെ നിരന്ന് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. തൃശ്ശൂരുകാർ ഏത് തരത്തിലായിരിക്കും ഈ കലാമേളയെ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആളുകളാണ് തൃശ്ശൂരുകാർ. പുലികളി തന്നെ നോക്കിയാൽ മതി. വ്യത്യസ്ത വേഷങ്ങളിലുള്ള പുലികൾ, ഒരേ തരത്തിലുള്ള മേക്കപ്പ് ആണെങ്കിൽ പോലും നിരന്ന് നിൽക്കുന്ന എല്ലാ പുലികളും വ്യത്യസ്തങ്ങളായിരിക്കും. അത് തൃശ്ശൂരുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ആനകളെ കുറിച്ച് പറയുമ്പോൾ ആനപ്രേമികളല്ലാത്തവർക്ക് കാണുന്ന എല്ലാ ആനയും ഒരുപോലെയാണ്. തുമ്പിക്കൈയുണ്ട്, ചെവിയുണ്ട്, 4 കാലുണ്ട് എന്നുള്ള രീതിക്കാണ് ആന. പക്ഷേ തൃശ്ശൂരുകാരോട് ചോദിച്ചാൽ അത് ഏത് ആനയാണ് എന്ന് കൃത്യം അവർ പറഞ്ഞു തരും. ഓരോ ആനയ്ക്കും ഓരോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞതുപോലെയാണ് ഈ സംഘനൃത്തത്തിൽ ഓരോ ടീമിനും അവരുടെ മേക്കപ്പ് ആവട്ടെ, അവരുടെ ഡ്രസ്സാകട്ടെ, പാട്ടാവട്ടെ, ഓരോ തീമും ആ കലോത്സവത്തിലേക്ക് കൊണ്ടുവരുന്ന തീമാണ്. ഇപ്പം പാട്ട് എന്ന് വെറും എന്തെങ്കിലും തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ രസിപ്പിക്കുന്നതിന് വേണ്ടിയോ മാത്രമല്ല, ചില മെസ്സേജുകൾ, സന്ദേശങ്ങൾ നൽകുന്ന പാട്ടുകളൊക്കെ കൊണ്ടുവന്നാണ് കുട്ടികൾ അവിടെ സംഘനൃത്തം അവതരിപ്പിക്കാറുള്ളത്. എന്തായാലും മേളയിൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ സംഘനൃത്തം എന്ന് പറയുന്നത്. സംഘനൃത്തമായാലും ഒപ്പനയായാലും പിന്നെ മേഘയുടെ ശാസ്ത്രീയ ഐറ്റംസ്, പഴയൊരു ഭരതനാട്യക്കാരി, മോഹിനിയാട്ടക്കാരി എന്നൊക്കെ പറയട്ടെ. ഞാനിതൊക്കെ പ്രതീക്ഷയാണ് ഇങ്ങോട്ട് വന്നത്. അല്ല, കലോത്സവം പണ്ടേ നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ, അതെ, കലോത്സവം ഒരു വീക്ക്നെസ് ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ്. അത് കൈരളിക്ക് മുമ്പേയും കലോത്സവം ഡാൻസർ മേഘയുടെ ഡാൻസുകൾ ഉണ്ടാകുമോ ഇന്ന്? അവസരം കിട്ടിയാൽ എന്തായാലും അവസരം കിട്ടിയാൽ എന്തായാലും ഇന്നും
മുതലല്ല, ഇതാ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഡാൻസുകളൊക്കെ. ഇതാ ഇവിടെ ആണല്ലേ? കുറേ പേര് അല്ല, വന്നിട്ടുണ്ട്. ഞാൻ അവരെ അതെ ഫ്രെയിമിലേക്ക് അതെ 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 വാ 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 കടന്നു വരൂ കടന്നു വരൂ. എല്ലാരും ഉണ്ടല്ലോ. അവിടെ ഡെസ്കിൽ മുങ്ങിയ ആളുകളൊക്കെ എവിടെ ഇതാ 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 ഇവിടെ സ്വാതി എങ്ങനെയുണ്ട്? സ്വാതി, ശരണ്യ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് തൃശ്ശൂർ? ഗംഭീരം. ഇന്ന് തുടങ്ങുന്നല്ലേ ഉള്ളൂ, ഇനി ബാക്കി ഇതുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം എങ്ങനെയാന്ന്. എന്നാലും വന്ന സ്ഥിതിക്ക് അടിച്ചു പൊളിച്ചിട്ട് പോവാം. ഇന്നലെ മുഴുവൻ കറങ്ങി. കറക്കമൊന്നും ഇന്നലെ നല്ല പോലെ കറങ്ങി രാവിലെ എഴുന്നേൽക്കാൻ നേരം വൈകി. അതും കൂടെ പറഞ്ഞു. ഇന്നലെ അങ്ങനെ കാര്യമൊക്കെ ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇന്നലെ ഇവിടെ വന്ന് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നീക്കുപോക്കൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് മൊത്തത്തിലൊന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് പണി തുടങ്ങാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പഠിച്ചിട്ടുണ്ട്, not the point. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് സ്വാതിയോട് ചോദിച്ചാൽ മതി. ശരണ്യ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു തൃശ്ശൂർ എക്സ്പീരിയൻസ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് പറ. തൃശ്ശൂർ പൊളിയാണല്ലോ. അപ്പോൾ നമ്മൾ കലോത്സവമായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും പൊളിയാണ്.